ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ CPM ഇന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. വൈകിട്ട് 3 മണിക്ക് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക. നാളുകളായി പറഞ്ഞു കേൾക്കുന്ന വമ്പന്മാരുടെ നിര തന്നെയാണ് പട്ടികയിൽ അവസാനവട്ടവും ഇളക്കമില്ലാതെ നിന്നത്. ഏറെക്കുറെ എല്ലാ മണ്ഡലങ്ങളിലും മുൻനിര നേതാക്കന്മാരെ അല്ലാതെ മറ്റൊരു പരീക്ഷണത്തിന് പറ്റിയ രാഷ്ട്രീയ അന്തരീക്ഷമല്ല CPM-ന് സംസ്ഥാനത്തും ദേശീയ തലത്തിലും. പരമാവധി MPമാരെ ലോക്സഭയിൽ എത്തിക്കുക എന്നത് കേരളത്തിൽ മാത്രമേ സാധ്യമാകൂ എന്നത് ദേശീയ തലത്തിൽ CPM-ന് വെല്ലുവിളിയാണ്. അതുകൊണ്ടാണ് മുൻ മന്ത്രിമാരെയും നിലവിലെ MLA-മാരെയും ഉൾപ്പെടെ കളത്തിലിറക്കുക എന്ന അനിവാര്യതയിലേക്ക് CPM എത്തിയത്. കണ്ണൂർ അല്ലെങ്കിൽ വടകര എന്നതായിരുന്നു പാർട്ടിയുടെ തുറുപ്പുചീട്ടായ KK ശൈലജയുടെ നിയോഗം. ഒടുവിൽ വടകരയിൽ KK ശൈലജയെയും കണ്ണൂരിൽ ജില്ലാ സെക്രട്ടറി MV ജയരാജനെയും അങ്കത്തട്ടിലിറക്കാൻ തീരുമാനിച്ചു. കണ്ണൂരിലെ ജനകീയ മുഖങ്ങളായ ഈ രണ്ടു പേരിലൂടെയും വടക്കൻ ജില്ല കൈപ്പിടിയിലൊതുക്കാനാകുമെന്നാണ് വിലയിരുത്തൽ. ആലത്തൂരിൽ മന്ത്രി K രാധാകൃഷ്ണൻ അല്ലാതെ മറ്റൊരു പേര് നിർദ്ദേശിക്കാൻ തൽക്കാലം പാർട്ടി തയ്യാറാകുന്നില്ല. മത്സരിക്കാൻ താല്പര്യമില്ല എന്നറിയിച്ചിട്ടും നേതൃത്വത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങുകയാണ് മന്ത്രി രാധാകൃഷ്ണൻ. പത്തനംതിട്ടയിൽ ആദ്യമേ കേട്ടതുപോലെ മുൻമന്ത്രി തോമസ് ഐസക് തന്നെയാണ് സ്ഥാനാർത്ഥി. പാലക്കാട് പോളിറ്റ് ബ്യൂറോ അംഗവും മുൻ LDF കൺവീനറുമായ A വിജയരാഘവൻ സ്ഥാനാർത്ഥിയാകും. കോഴിക്കോട് CITU അഖിലേന്ത്യാ അധ്യക്ഷനും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ എളമരം കരീമിനെ തന്നെ കളത്തിലിറക്കി മണ്ഡലം പിടിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് CPM. കാസർഗോഡ് ജനകീയനും മുതിർന്ന നേതാവുമായ ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണനെ സ്ഥാനാർത്ഥിയാക്കിയ ഏറെ ഗുണമുണ്ടാകുമെന്നാണ് കണക്കുകൂട്ടൽ. കൊല്ലത്ത് നടനും MLA-യുമായ M മുകേഷ് മത്സരിക്കും. ആറ്റിങ്ങലിൽ മറ്റൊരു MLA-യും ജില്ലാ സെക്രട്ടറിയുമായ V ജോയി സ്ഥാനാർത്ഥിയാകും. ആലപ്പുഴയിൽ നിലവിലെ MP AM ആരിഫ് തന്നെ രണ്ടാം അംഗത്തിനിറങ്ങും. ഇടുക്കിയിൽ ജോയ്സ് ജോർജിനെ മത്സരിപ്പിച്ചാൽ മതിയെന്ന് നേതൃത്വം തീരുമാനിച്ചു. പൊന്നാനിയിൽ മുൻ ലീഗ് നേതാവ് KS ഹംസ പൊതു സ്വതന്ത്രനായി മത്സരിക്കും. എറണാകുളത്ത് പല പേരുകൾ ഉയർന്നു വന്നതിൽ ഏറ്റവും ഒടുവിൽ നറുക്കുവീണത് KSTA നേതാവ് KJ ഷൈനിനാണ്. വനിതാ സംവരണം പാലിക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ് ഷൈനിന്റെ പേര് നിർദ്ദേശിക്കപ്പെട്ടത്. മലപ്പുറത്ത് DYFI സംസ്ഥാന അധ്യക്ഷൻ V വസീഫാണ് സ്ഥാനാർത്ഥിയാവുക. അമൃത ന്യൂസ്, തിരുവനന്തപുരം.